ഇവിടെ അടുത്ത് കണ്ട നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡ്. അതാണ് നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡ്. നെടുങ്കണ്ടം മൂന്നാർ റോഡ് എന്ന് പറഞ്ഞാൽ കുമളി മൂന്നാർ റോഡിന്റെ ഭാഗമാണ് കേട്ടോ. കുമളി മൂന്നാർ റോഡിന്റെ ഭാഗമാണ്. അതില് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി നമ്മൾ ഈ വലത്തോട്ട് കയറി പോകുന്നതാണ്. കൈലാസപ്പാറ ശിവക്ഷേത്രവും ഒക്കെയുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. എന്നാണ് ഇഷ്ടം? നല്ല ചെടിയാണ്, നല്ല ഭംഗിയാണ് അത്. ഭയങ്കര ശല്യമാണ്. ഒരു വണ്ടി അത്യാവശ്യം ഒരു വണ്ടി പോകാനായിട്ടുള്ള ഇടമേ ഉള്ളൂ. മുകളിൽ നിന്ന് ഒരു വണ്ടി ഇറങ്ങി വന്നാൽ പണി പാടും. പാറയുടെ മുകളിൽ വലിഞ്ഞു കയറിയിട്ട് കാണുന്ന കാഴ്ചകളാണ്. മാറിയേ നല്ല തണുപ്പാണ്, നല്ല തണുപ്പാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ താഴെ ആ അമ്പലത്തിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, കൈലാസപ്പാറ അമ്പലം, ആ അമ്പലത്തിൻ്റെ അവിടെ കൂടെ ഒന്ന് കണ്ടിട്ട് വരാവേ. ഇവിടെ നമ്മൾ നേരെ കൈലാസപ്പാറ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയും സംഭവങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാണ്. അതൊന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോകളൊന്നും ചെയ്യാറില്ല. പിന്നെ പലപ്പോഴും ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പം അത് ഇടാവും, അത്രേ ഉള്ളൂ. കൈലാസപ്പാറ അമ്പലത്തിന്റെ അങ്ങോട്ട് പോവാണ്. ഇവിടെ എന്തോ ഒരു കെട്ടിടമൊക്കെ പണിയുന്നുണ്ടല്ലോ. റിസോർട്ടാണോ അതോ അതാണ് സർക്കാരിന്റെ സ്ഥലമല്ലേ? അപ്പൊ റിസോർട്ട് പണിയാൻ പറ്റുമോ? ആ പട്ടയ സ്ഥലമാണോ? ആ ഇതിന്റെ അകത്ത് പട്ടയ സ്ഥലമുണ്ട് കേട്ടോ. നമ്മള് കൈലാസപ്പാറ അമ്പലത്തിന്റെ അടുത്തേക്ക് എത്തുകയാണ്. ഇതാണോ? എവിടെയാണ്? എന്നാ ഇവിടെ നിർത്തിയാൽ മതിയല്ലേ? പറ്റുന്ന ലക്ഷണങ്ങളാണ് കണ്ടത്. കൊടിമരം ഇവിടുന്ന് എവിടെയാ അമ്പലം? ആ താഴെയാണോ? ആ ഇതിലെ നടന്നു പോകണമെന്ന് തോന്നുന്നത്. അവിടെയാ, ആ താഴെ ഭാഗത്താ, അവിടെയാ അമ്പലം. ഇവിടെ ഒരു കെട്ടിടത്തിന്റെ പണി നടക്കുന്നുണ്ട്. ഇത് പട്ടയം വന്നാണെന്നാ പറഞ്ഞത്. ഈ ഭാഗമൊക്കെ മഞ്ഞ് മാറുന്നുണ്ടോ? മഞ്ഞ് കയറുന്ന ഇത് ഈ വഴി കൂടെ താഴോട്ട് പോകണം. ഇവിടെ ഒക്കെ കോൺക്രീറ്റ് ചെയ്തൊക്കെ ഉണ്ടേ. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കാട് പോലെയുള്ള സ്ഥലമാണ്. ഈ സംഭവം ഈ റോഡ് ഇതിലെ വന്നുവെച്ചിട്ട് നമ്മൾ പിന്നെ വണ്ടി അതിലെ അങ്ങോട്ട് കയറ്റുന്നില്ല. ഇവിടെ വന്നുവെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് ഈ റൂട്ടിന് മുകളിലോട്ട് കയറിപ്പോണം അമ്പലത്തിൻ്റെ അങ്ങോട്ട്. ഓയ്യോ, അത് കയറ്റായിരുന്ന നന്നായി. അന്യം കയറ്റുക. ഓ, ഇവിടെ നല്ല കയറ്റം കേട്ടോ. ഇത് കൈലാസപ്പാറ എന്ന് പറയുമ്പോൾ ശിവൻ്റെ അമ്പലമല്ലേ? ആ, അങ്ങനെ വരത്തുള്ളൂ. അപ്പം ഇത്രയും കയറ്റം ഇല്ലെങ്കിൽ പിന്നെ കൈലാസത്തിൻ്റെ ഒരു ടച്ച് കിട്ടിയല്ലോ. ഓ, ഇതിൽ ജീപ്പോ കയറത്തുള്ളൂ കേട്ടോ. നല്ല കയറ്റമാണ്. ആ മരത്തിനിടയ്ക്ക് ഒരു കല്ല് ഹലോ. ഇവിടെ അങ്ങനെ ഒരു ട്രിപ്പ് ഏറ്റവും കഴിഞ്ഞ് കല്ലാണ്. ഇതൊക്കെ അമ്പലത്തിൻ്റെ ആണോ? ആ ആ ഇതെല്ലാം അമ്പലത്തിൻ്റെ. ഇവിടെ എന്ത് പണികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ വിളിച്ചിട്ട് ഇവിടെ കെട്ടണം പണിയുന്നുണ്ട്. ഒരു ശിവലിംഗം.
ഇവിടുന്ന് അങ്ങോട്ട് പോകണം ഇത്. ഏ ഇത് അമ്പലമാണ്. ഇത് ഈ പാറയിൽ ഇതൊരു കുളം പോലെ മീനൊക്കെ ഉണ്ട് കേട്ടോ. അത് അമ്പലമാണ്. ഇനി ഇതിൽ ഈ താഴോട്ട് ഇറങ്ങി പോയി കഴിയുമ്പം ഈ ബോർഡ് കണ്ടോ, ഈ ബോർഡിൽ ഇതിൻ്റെ അകത്തൂടെ താഴോട്ട് പോകാം. ഇതിൻ്റെ അകത്തൂടെ താഴോട്ട് പോയാൽ ഇങ്ങനത്തെ വഴിയാണ്. ഈ വഴിക്കകത്തൂടെ താഴോട്ട് പോകണം, അവിടെ അമ്പലമുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ നമ്മൾ ഇനിയിപ്പം താഴേക്ക് അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ അകത്തൂടെയാണ് പോകുന്നത്, കാട്ടിനകത്തൂടെ. അയ്യോ, ഇതിൻ്റെ അകത്തൂടെ ഈ 1-ാം തീയതി ശിവരാത്രി ദിവസമൊക്കെ ഭയങ്കര ആളാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ജനസാഗരമാണെന്നാണ് പറഞ്ഞത്. ഈ കാട്ടിനകത്തൂടെയാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. പയ്യെ വാ. ഇത് ഭയങ്കര കാഴ്ച തന്നെയാണ് കേട്ടോ. ഈ കാടിനകത്തൂടെ വരുവാണ്. അതിലേ കയറി ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ അകത്താണ് അമ്പലം ഇരിക്കുന്നത്. അത് ആ പാറ, ഞാൻ അമ്പലം കാണിക്കുന്നില്ല, അമ്പലം ഷൂട്ട് ചെയ്യുന്നില്ല. ഈ പാറയുടെയും ആ പാറയുടെയും ഇടയ്ക്ക് ആണ് അമ്പലം ഇരിക്കുന്നത്. ആ അമ്പലം വിശ്വാസമുള്ളവർ വന്ന് കാണുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. അതുകൊണ്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്യാത്തത്. ഇത് എല്ലാ മാസവും 1-ാം തീയതിയും ശിവരാത്രി ദിവസം അന്നദാനമുണ്ട് ഇവിടെ. അപ്പോൾ അതിനു വേണ്ടിയുള്ള അടുപ്പും സംഭവമൊക്കെയാണ്. ഇവിടെ ഈ കയറുന്നിടത്തുനിന്ന് നേരെ താഴോട്ട് ഇതിലിങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ താഴെ ഒരമ്പലം കൂടെയുണ്ട്. ആ അമ്പലത്തിലെ പ്രതിഷ്ഠ ഗണപതിയാണ്. നമുക്ക് അവിടം വരെ കൂടെ ഇറങ്ങിയിട്ട് വരാം. കാട്ടിനകത്തൂടെ തന്നെ താഴോട്ട് പോകണം. ഇങ്ങനെ പോവുക. അതിലെന്ത് ചെയ്യണം, അത് ഇങ്ങനെ പോയില്ല. ഇത് ഏലക്കാടാണ്. ഞാനും വരുന്ന. ആ ചെന്നോ? ഇതാ ഞാൻ ഈ വഴിയെ തന്നെ വരുന്നുണ്ട്. എന്താട്ട് പോവാണ്, ഗണപതിയിലെ അമ്പലത്തിലേക്ക് പോകുന്ന പോവാണ്. കുറച്ച് ഈ താഴെ കാണുന്നതാണ് അമ്പലം. ഞാൻ ആ അമ്പലത്തിനകത്ത് അത് എടുക്കുന്നില്ല, ഞാൻ അതും ഓഫ് ചെയ്യുകയാണ്. താഴെ പോയിട്ട് വന്നേ. സോ ഈ കാട്ടിനുള്ളിലെ അമ്പലം ഒരു എന്നെ കാഴ്ച പോയിട്ട് വന്നേ. ഇതിലെ കടന്നു പോയിട്ട് ഈ കാടിനകത്ത് നീ ചെല്ലുമ്പോൾ ഉള്ള ആ അമ്പലത്തിലെ ഒരു അനുഭൂതി എന്ന് പറയുന്ന ഒരു ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഫീലാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷവും ഒരു രക്ഷയൊന്നും ഇല്ലാതെ ഒരു എന്ന സംഭവം. അത് ഇവിടെ വന്ന് തന്നെ അനുഭവിച്ചറിയുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അങ്ങനെ തിരിച്ച്
ഈ മുകളിൽ ഈ അമ്പലത്തിൻ്റെ ഇവിടെ ഈ ഭാഗത്തെത്തി കൈലാസപ്പാറ അമ്പലത്തിൻ്റെ ദൃശ്യഭംഗി എന്ന് പറയുന്നത്. ചുറ്റും കാട് പോലെ. ആ താഴെയാണ് നെടുങ്കണ്ടം പട്ടണം. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ ഇത് മൊത്തം കാടാണ്. അവിടെ നമ്മൾ താഴോട്ട് പോവാണേ. ഇറങ്ങി പോവാം. കയറാൻ ഓടിക്കോ. ഈ കൈലാസപ്പാറ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നെടുങ്കണ്ടം പട്ടണത്തിൻ്റെ വ്യൂ ആണ് കാണുന്നത്. മഞ്ഞ് കയറി മൂടുകയാണ്. ഇവിടെ മുഴുവൻ നമ്മൾ നിൽക്കുന്ന ഭാഗമെല്ലാം ഇപ്പം തന്നെ മഞ്ഞിൽ മൂടും. അപ്പം നമ്മൾ ആ പോകേണ്ട വഴിയാണ്. അവിടെ ഇപ്പം കാണത്തില്ല. അവിടെ മൊത്തം മഞ്ഞ് കയറി. ഈ ചെടി ഓർക്കുന്നുണ്ടോ? അമ്മ കറമ്പി മകള് വെളുമ്പി മകളുടെ മകളൊരു സുന്ദരി പോത എന്ന് പറയുന്ന സംഭവം. ഇതാണ് അതിൻ്റെ ആ സെറ്റപ്പ്. ഇത് അമ്മ കറമ്പി മകള് വിളമ്പി മകളുടെ മകളൊരു സുന്ദരി പോത. അതാണ് അതിൻ്റെ പഴഞ്ചൊല്ലിൻ്റെ സംഭവം. ഈ ചെടി കണ്ടപ്പം ഓർക്കുന്നുള്ളൂ. അപ്പോൾ നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴേലും ഒക്കെ വരും. എപ്പോഴും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അപ്പോൾ എപ്പോഴേലും ഒക്കെ വരുമ്പോൾ അന്നേരം കാണാം നമുക്ക്. അപ്പോൾ അതുവരെ ബായ്.